എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടി ദേശത്തു നിന്ന് വരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 16/11/2022 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകന് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മകൻ ചെറിയ ക്ലാസ്സുകളിൽ 7 വർഷം മുന്നേ അവൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ അവന് സ്കൂളിൽ ഭയങ്കര പ്രശ്നങ്ങൾ, കുട്ടികളുമായുള്ള വികൃതി, അടക്കൊതുക്കമില്ലായ്മ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അവനുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ചെറിയ കുട്ടിയുടെ സ്വഭാവ രീതികളാവുമെന്ന് കരുതിയിരുന്നു. ക്ലാസ് വലുതായി 5ാം ക്ലാസ്സിലെത്തി. അപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇത് കുറച്ചും കൂടി ഗൗരവതരമായി. സ്കൂളിൽ എന്നും അവൻ ഒരേ വികൃതികൾ കാണിച്ച് സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറും ഹെഡ് മാസ്റ്ററും എന്നും വീട്ടിലേക്ക് എന്നെ ഫോൺ വിളിച്ച് ഇവൻ്റെ പേരിൽ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് എന്നും ഞങ്ങളുടെ കുടുംബം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇവനാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചയിൽ ഒരു ദിവസം അവൻ സ്കൂളിൽ പോയാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ വീട്ടിൽ അവനെ ഇരുത്തേണ്ട അവസ്ഥയിലായി. ഞങ്ങളും കുടുംബം അത്രയധികം വിഷമിച്ചു. പല ഡോക്ടർമാരെയും ഞങ്ങൾ കാണിച്ചു. ഹോമിയോ, ഇംഗ്ലീഷ്, അങ്ങനെ പലതും കാണിച്ചു. ഒരു രക്ഷയുമില്ലാതെ വീട്ടിൽ ഇരിക്കാൻ തന്നെ ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ കൃപാസനം പത്രം എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അതിൽ യൂട്യൂബിൻ്റെ ലിങ്ക് എടുത്ത് ഞാൻ ഒരു ദിവസം രാത്രി 2 മണി നേരത്ത് അതിൽ നിന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉറക്കമുളച്ചിരുന്ന് എഴുതി ഞാൻ അന്നു മുതൽ ഈ 5:30 ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്നുള്ളൊരാഗ്രഹമായി. ഞങ്ങൾക്ക് കൂടെ വരാൻ അന്ന് ആരുമില്ല. ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷേ പലരോടും ചോദിച്ചറിഞ്ഞ് ഞങ്ങളിവിടെ എത്തി എന്തായാലും ഉടമ്പടി എടുക്കണം. ഇനി അമ്മയുടെ അടുത്ത് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് പിറ്റത്തെ ദിവസം തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ തുടങ്ങി. ഇതിൽ പറഞ്ഞ നിബന്ധന പ്രകാരം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇവൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴും തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയും ഇവന് കിട്ടി. അതിനുശേഷം ഇവൻ്റെ സ്കൂളിലത്തെ പരാതികൾ തന്നെ കുറഞ്ഞു തുടങ്ങി. പിറ്റത്തെ വർഷം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിലാണ് അവന് പ്രശ്നങ്ങൾ കൂടിയിരുന്നത്. 7ാം ക്ലാസ്സിൽ ഇവൻ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ PTA മീറ്റിങ്ങിൽ ഇത്രയും പേരൻസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, എബിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, അവൻ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, അവന് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ ക്ലാസ് ടീച്ചർ തന്നെ ഈ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് പറയുകയുണ്ടായി. അതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 13 വർഷമായി അവന് തലയിൽ ഒരു അലർജി രോഗം, മേല് മൊത്തം ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞു. പിന്നെ അവസാനം തലയിലായി. എല്ലാ ദിവസവും ഇവൻ ചൊറിഞ്ഞ് അത് പൊട്ടിക്കും. അതിങ്ങനെ വെള്ളം ഒലിച്ചിരിക്കും. പിന്നെ പൊറ്റ കെട്ടണ പോലെയാവും. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അടുത്ത ദിവസം തന്നെ ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ഉടമ്പടി തൈലത്തിൽ നിന്ന് കുറച്ചെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ ഈ ചൊറിച്ചിൽ അനുഭവപ്പെട്ട ഭാഗത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ എവിടെയാണ് ഇവൻ്റെ ഈ ചൊറിച്ചിലുണ്ടായിരുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ആ പാട് പോലുമില്ല, മാറിക്കിട്ടി. അതിനും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. 2 വർഷമായി ഒരു 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു. എന്നും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് ഹസ്ബൻഡ് മാത്രമാണ് ജോലിക്ക് പോകുന്നത്, അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് അമ്മ വീട്ടിൽ തരണം എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ
ഒരു 3 ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാ കടബാധ്യതകളും തീർക്കാനുള്ള ഒരു വഴി അമ്മ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇതിന് പുറമെ കുറേയധികം അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ കുറേയധികം അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ നിന്നും കൃപാസനം പത്രം കൊണ്ടുപോയി മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും കടകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുകൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായി ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് അവിടെ രോഗികളെ കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും പിന്നെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നിത്യരോഗി പോലെ ചില കുട്ടികൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സ്ഥലത്തിലെ കുട്ടികൾക്ക് സീരിയസ് ആയ അസുഖം എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ശരിയായ ആളുകളെ കണ്ട് ഞങ്ങൾ അവരെ ഫോൺ വിളിച്ച് ചോദിച്ചറിഞ്ഞ് കൃത്യമായി ചോദിച്ചറിഞ്ഞ് അവർക്ക് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടിയെടുത്ത അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം മുടക്കാറില്ല. പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇന്നേ വരെ മുടക്കിയിട്ടില്ല. അങ്ങനെ എല്ലാ പകുതി സമയങ്ങളിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈശോയുമായി പ്രാർത്ഥിച്ചിരിക്കാൻ തോന്നാറുണ്ട്, കൊന്ത ചെല്ലാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവും കൃപയും മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു.